ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പണി കിട്ടിയിരിക്കാം. ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴേ നല്ല ഒരു പണി കിട്ടി. ട്രാവൽ ചെയ്തത് കൊണ്ടല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇന്നലെ ഒരു അയില കറി വെച്ചു. കുറച്ച് ദിവസമൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞില്ലേ, അത് വിചാരിച്ചിട്ട് നോണങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അയില കറി വെച്ച്. അയിലക്കറി എന്നാണ് എന്താണെന്ന് അറിയില്ല, നല്ല ലൂസ് മോഷനാണ് എനിക്ക്. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഇതായിട്ട് ആ കാരണം ഇപ്പോൾ ജ്യൂസ് കുടിക്കാനായിട്ട് ഞാൻ വന്നതാണ്. ഇപ്പോൾ കൊണ്ടുവരും. നമ്മൾ സ്വന്തം ടീ കടയിൽ വന്നിരിക്കുകയാണ് ജ്യൂസ് കുടിക്കാൻ. Lately given us self-improvement time, so I've been non-stop listening to the Unlock Your Growth Mindset playlist. Unlock isn't just passive listening, it's learning that sticks. Stream it and tell me your favorite quotes. അങ്ങനെ ആവട്ടെ. ഞാൻ മൂകാംബിയിലേക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ സായി ട്രാവൽ ഏജൻസിയിൽ പറഞ്ഞിട്ടാണ് നമുക്ക് ബുക്ക് ചെയ്ത് തന്നത്, ട്രെയിനൊക്കെ ബുക്ക് ചെയ്തത്. ഞങ്ങൾ ട്രെയിനാണ് പോയത്. അത് പെട്ടെന്ന് പോകണം എന്നുള്ളൊരു തോന്നലങ്ങ് വന്നു. സത്യം പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഒരു സീരിയൽ ശരിക്കും ഞങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. നമുക്ക് സൂര്യ ടി വിയിൽ ഒരു സീരിയൽ ഉണ്ടായിരുന്നു, മൂകാംബിക ദേയുടെ. അപ്പോൾ അവിടേക്ക് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു ഇത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പോകണം. ഉടനെ തന്നെ നമ്മൾ ട്രാവൽ ഏജൻസിയിൽ വിളിച്ചു. ഒരു 10 എപ്പിസോഡെങ്കിലും ഒരു 2 ആഴ്ചയെങ്കിലും കണ്ടിട്ടുണ്ടാവും, മാക്സിമം ഒരു 10-15 ദിവസം കണ്ടിട്ടുണ്ടാവും. അതിന് ശേഷമാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ട്രാവൽ ഏജൻസിയിൽ വിളിച്ച് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നമുക്ക് പോകണം, എന്തായാലും പോകണം എന്നായിരുന്നു. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് വെജായിട്ടൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഒരാഴ്ചത്തോളം നോൺ കഴിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ട്. അതിനുശേഷം പോവാൻ സമയത്ത് എനിക്കാണെങ്കിൽ എൻഡോമെട്രോസിസ് തിക്കായതൊക്കെ കൊണ്ട് എനിക്ക് കുറച്ച് പീരീഡ്സൊക്കെ റെഗുലർ അല്ലായിരുന്നു. അപ്പോൾ ഒരു 6 months ഒക്കെ ആവാതെ ഇരുന്ന എൻ്റെ പീരീഡ്സ് ആ സമയത്ത് അങ്ങായി. സത്യം പറഞ്ഞാൽ ശരിക്കും ഭയന്ന് പോയി. ഇനിയിപ്പോൾ അമ്പലത്തിനകത്ത് കയറാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് എന്നുവെച്ചാൽ 6 months എനിക്ക് അറിയാം. എന്നുവെച്ചാൽ പീരീഡ്സ് ആയി കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ എനിക്ക് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കാറുണ്ട്. അതുകൊണ്ടാണ് ഭയന്ന് പോയത്. അപ്പോൾ അതായത് ഒരാഴ്ചത്തേക്കാൾ നമുക്ക് സാധാരണ നമ്മൾക്ക് 5 കഴിഞ്ഞാൽ നമുക്ക് ഭഗവതി അമ്പലത്തിങ്ങളിൽ കയറെങ്കിലും നമ്മൾ അതിനു മേലെ, അതായത് എനിക്ക് 10-15 ഒക്കെ ദിവസം ചിലപ്പോൾ പീരീഡ്സ് ഇങ്ങനെ നിലനിൽക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയി. എനിക്ക് പീരീഡ്സായി, എനിക്ക് അമ്പലത്തിൽ കയറാൻ പറ്റില്ലാവോ, എനിക്ക് ടെൻഷൻ. അപ്പം ഞാൻ എന്തായാലും ഭഗവതിയോട് ഞാൻ പ്രാർത്ഥിച്ചു, ദേവിയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദേവി എനിക്ക് എന്തായാലും വരണം, ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു, എനിക്ക് വരണം, ഇത്രയും കാലത്ത് എൻ്റെ ആഗ്രഹമാണ്, എനിക്ക് വരണം എന്നൊക്കെ ഞാൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. എനിക്ക് വരണം എന്നുള്ളൊരു, എനിക്ക് കാണണം. ഞാൻ എവിടെയും പോയിട്ടില്ല ഇത്രയും കാലങ്ങളായിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ എവിടെയും ഒരു തൃശ്ശൂർ വിട്ട് അധികം ഞാൻ യാത്രകൾ ചെയ്തിട്ടില്ല. പുട്ടപർത്തിയിൽ പോകാറുണ്ട്, സ്വാമി സത്യസായി ബാബയുടെ. അത് ആ ഒരു സമയം മാത്രമാണ് നമ്മൾ എവിടെയെങ്കിലും. അപ്പം അല്ലാതെ എന്നെ എവിടെയും പറഞ്ഞു വിട്ടിട്ടില്ല, എവിടെയും പോയിട്ടില്ല, ഒരു സ്കൂളിലോ കോളേജിലോ ഒന്നും ടൂറ് പോയിട്ടില്ല. അപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് പോകണം എന്നുള്ളൊരു ഇതായിട്ട് അപ്പം ഞാൻ ഭഗവത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എന്താ പറയുക, ഞാൻ പോകുമ്പോൾ പീരീഡ്സൊക്കെ നിന്നു. അപ്പോൾ എനിക്ക് അങ്ങനെയാണ്, പീരീഡ്സ് അങ്ങനെ നിൽക്കും, പിന്നെ വീണ്ടും വരും, പീരീഡ്സ് നിൽക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായി. അപ്പോൾ നിന്നപ്പോൾ ഞാൻ നിന്നോ എന്താണെന്ന് അറിയില്ല എന്നൊക്കെ വിചാരിച്ച് നമുക്ക് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ഞങ്ങൾ പോകണമെന്നൊന്നും പീരീഡ്സ് ഇല്ലാതെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള റെഡിയായി നിന്നു ട്രെയിനിലേക്ക് അങ്ങോട്ട്. അപ്പോൾ ഉള്ളിലിങ്ങനെ മനസ്സിലായി, ഇനി പീരീഡ്സ് വരുമോ, ഇനി അമ്പലത്തിൽ കയറാൻ പറ്റില്ല. പക്ഷെ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് കയറുമ്പോൾ നമുക്കൊരു മനസ്സിനൊരു വിഷമം, അങ്ങനെ ശീലിച്ചത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഒരു കാര്യം ഉണ്ടായി, ഞാൻ
ഭഗവതിയുടെ അടുത്ത് ഇങ്ങനെ ക്യൂലൊക്കെ നിന്നു. കുറച്ച് അന്നാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റിങ്ങും കൂടിയായിരുന്നു. അപ്പോൾ ഇനി എന്ത് പരീക്ഷണമാണോ ഈശ്വര, എന്തു പറ്റി എന്നൊക്കെ ഉള്ള ഒരു പേടി. ദേവി എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നിന്നു. പെട്ടെന്ന് നമ്മൾ ക്യൂലൊക്കെ അങ്ങനെ കയറി അങ്ങ് ചെന്ന് എന്നെ പിന്നീന്ന് ഇങ്ങനെ ദേവി അങ്ങനെ ഗണപതി ഒക്കെ വെച്ചിട്ടുണ്ട്, നമ്മളതൊക്കെ പ്രാർത്ഥിച്ചങ്ങ് കയറി അങ്ങ് ചെന്ന് എന്നെ പിന്നിൽ നിന്നിങ്ങനെ ഇങ്ങനെ ചെല്ല് എന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു അവിടെ നിൽക്കുന്ന ആരും എന്നെ. അപ്പം എനിക്കാണെങ്കിൽ എൻ്റെ മേല് ടച്ച് ചെയ്യണത് അങ്ങനെ താല്പര്യമില്ല, അങ്ങനെ ഉന്തണം തോന്നുന്നു എനിക്ക്. സോ എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അയ്യോ ധാര എന്നെ തള്ളി. ഞാൻ ചെന്ന് നിൽക്കുന്ന നടയിലാണ്. നടയിൽ എന്ന് വെച്ചാൽ ഈ ഒരു രണ്ടുപേരും അവിടെ നിൽക്കുന്നുണ്ട്, അവിടെ നിൽക്കാൻ പാടും. ഞാൻ വിചാരിച്ചു അതിനി വലിയ ആൾക്കാരൊക്കെ VIP ഒക്കെ നിൽക്കുന്നതാണോ, ഇനി എന്നെ ചീത്ത പറയോ, നടയിൽ നിന്ന് ചീത്ത പറയോ ഈശ്വര എനിക്കറിയില്ല. അപ്പം എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ്. അപ്പം അങ്ങനെ ദേവിയുടെ അടുത്ത് ഇങ്ങനെ പെട്ടെന്ന് ഒരുപാട് തണുപ്പില്ലേ, ഇങ്ങനെ ഒരു മഞ്ഞിങ്ങനെ എന്താ പറയുക, ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ ദേവി ഇങ്ങനെ ഒരു തണുപ്പ് അങ്ങ് ശരീരത്തിലൂടെ അങ്ങ് പോയി. ഇങ്ങനെ നെഞ്ഞത്തിങ്ങനെ ഒരു ദേവി എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് ശരിക്കും അങ്ങ് നമസ്കരിച്ചു. എന്നെ കൂടി. അപ്പോൾ അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ പോന്ന് പറയുന്ന അവരങ്ങനെ പറയുമല്ലോ, നമ്മളോട് മാറി നിൽക്കാൻ പറയാറ്. പക്ഷെ എന്താണെന്നറിയില്ല, അങ്ങനെ ഞാൻ അവിടെ നിന്നു. എത്ര സെക്കൻഡ്സ് എത്ര മിനിറ്റ്സ് നിന്നു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് അവിടെ അങ്ങ് നിന്ന് ഒരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. ഭയങ്കര, ഞാൻ സ്വപ്നത്തിലാണോ ദേവി, ഞാൻ എങ്ങനെയാണ് നിൽക്കണേന്ന് പോലും എനിക്ക് ഒരു എത്തുപിടിയില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിച്ചിട്ട് അപ്പോൾ ചേട്ടന് കാണാനില്ല. അപ്പോൾ ചേട്ടൻ്റെ പിന്നിലായിരുന്നു വേറെ. അപ്പോൾ ചേട്ടൻ വരുന്നത് വരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. അതൊക്കെ കഴിഞ്ഞ് തൊഴുതു. നമ്മൾ വീണ്ടും തൊഴുതു. അതിന് ശേഷം നമ്മൾക്കിങ്ങനെ ഉള്ളിലൊക്കെ ഇങ്ങനെ നടന്ന് ദേവി മാഹാത്മ്യം അവിടെ ഇരുന്ന് വായിച്ചു. അങ്ങനെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. പിന്നെ അങ്ങനെ എന്നിട്ട് റൂമിലൊക്കെ പോയി. അതിന് ശേഷം വീണ്ടും വൈകിട്ട് വന്ന് തൊഴുതോ. ഭയങ്കര അതുപോലെ കഷായമൊക്കെ നമ്മൾക്ക് കിട്ടുമോ കിട്ടില്ലേ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ചേച്ചിയോട് ചോദിച്ചു ഞാൻ, ചേച്ചി എനിക്ക് കുറച്ച് കഷായം തരുമോ? കുടിക്കുന്നത് കണ്ടപ്പോൾ അവർ കയ്യിലിങ്ങനെ പാത്രത്തിൽ കൊണ്ട് നടക്കുക. അപ്പോൾ വരുമോ കുടിച്ചു. അതൊക്കെ നമുക്ക് ക്യൂവിൽ നിന്ന് തന്നെ നമ്മളതൊക്കെ പിന്നെ നമുക്ക് വീണ്ടും വാങ്ങിച്ച് കുടിക്കാനായിട്ട് സാധിച്ചു കേട്ടോ, കിട്ടി. അപ്പം എങ്കിലും അവർ ഒരു മൂടിയൊക്കെ തന്നു. നമ്മൾ പാത്രമൊന്നും കൊണ്ടുപോയില്ല, ഒരു മൂടി തന്നു. അപ്പോൾ ഏട്ടനെ കൂടി വാങ്ങിച്ചു, അത് കൊണ്ടുപോയി വന്ന് അതൊക്കെ കൊടുത്തു. വല്ലാത്ത ഒരു അനുഭവമായിരുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം നമ്മൾ പോരുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ആ പോരുന്ന സമയത്ത് രാവിലെ ഞങ്ങൾക്ക് അവിടെ ഉള്ള ഒരാൾ ഞങ്ങൾക്ക് അവിടെ തൊഴാനായിട്ട് VIP അവിടെ അതിൽ നമുക്ക് കയറാൻ സാധിച്ചു. പിന്നെ അവിടെ നിന്ന് മുകളിൽ അവിടെ കയറി നിന്ന് ദീന കുറേ നേരം ഒരു 10-20 മിനിറ്റോളം നമ്മളവിടെ നിന്ന് നാമം ചൊല്ലി പ്രാർത്ഥിച്ച് ആ ഒരു അനുഭവമൊക്കെ വല്ലാത്ത അനുഭവമായിരുന്നു. പറഞ്ഞു വരാം, ആ സമയത്തൊന്നും ഞാൻ പീരീഡ്സ് ആയില്ല, ബ്ലീഡിങ് ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ആ ഒരു അനുഭവം ഉണ്ടല്ലോ, വല്ലാത്തൊരു അനുഭവമാണ്. പിന്നെ ഞങ്ങൾ നേരെ ഉടുപ്പിയിലേക്ക് എത്തി. നിങ്ങൾ ആ വീഡിയോസൊക്കെ കാണണം കേട്ടോ, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഉടുപ്പിയിൽ നിന്ന് തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് തൃശ്ശൂർക്കെത്തി, വീട്ടിലെത്തി. അങ്ങനെ വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോണൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നോണൊന്നും കഴിക്കാത്തത് കൊണ്ട് എന്നും നമ്മൾ കഴിക്കുന്ന ആൾക്കാർക്ക് അത് കഴിക്കുന്നില്ല എന്ന് ഇല്ലാത്താകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്, എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഴിക്കാമെന്നുമ്പോൾ ചേട്ടനെന്ന് വെച്ചാൽ അയലമീൻ വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അയല വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അന്ന് ചൊവ്വാഴ്ച രാത്രിയിലേക്ക് അയല വാങ്ങിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞാനത് കറി വെച്ചിട്ട് കഴിക്കാൻ അങ്ങ് തുടങ്ങി. അപ്പോൾ നമ്മൾ രാവിലെ പുലർച്ചയ്ക്ക് എത്തി, 1:20. അപ്പോൾ അതിരാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിലാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ എന്താണെന്നറിയില്ല, പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ അമ്മയുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയറൊക്കെ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. രാവിലെ തന്നെ മോഷൻ തുടങ്ങി. അപ്പം അങ്ങനെ പിന്നെ നിൽക്കണ്ടായിരുന്നില്ല.
പിന്നെ ഒരു വയറങ്ങ് ശുദ്ധിയായി എൻ്റെ കംപ്ലീറ്റ്, എന്താ പറയുക, അതുപോലെ ആ ഒരു നന്നായിരിക്കുമായിരിക്കും, നല്ലതിന് വേണ്ടിയിട്ട് എൻ്റെ അതൊക്കെ കഴിഞ്ഞു. അങ്ങനെ വല്ലാത്തൊരു അനുഭവത്തിലൂടെ ഒക്കെയാണ് ഞാൻ കഴിഞ്ഞു പോയത്. അങ്ങനെ ഞങ്ങൾ വെള്ളം കുടിച്ചുകൊണ്ട് കുറച്ച് ദിവസം അങ്ങനെ ഒരു ദിവസം അങ്ങനെ വെള്ളം ധാരാളം വെള്ളം ഡീഹൈഡ്രേഷനായി. അപ്പോൾ കുറച്ച് ധാരാളം വെള്ളം ഇങ്ങനെ കുടിച്ച് ജ്യൂസൊക്കെ കുടിക്കാൻ പോയ സീനുകളാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവറായി, ഹാപ്പിയായി. പിന്നെ ഞങ്ങൾ ഇന്നലെ അമ്പലത്തിൽ പോയി, വ്യാഴാഴ്ച അമ്പലത്തിൽ പോയി. പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു, കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടേതായ ഒരു ഇതിലാണ് ഈ എടുത്തതും ഒക്കെ സന്തോഷമാണ്. അതെന്ന് വെച്ചാൽ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് ഉണ്ടായിരുന്നത്. അത്രയും വർഷം എവിടെയും പോവാതെ, എവിടെയും സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ടുപോകാതെ, അല്ലെങ്കിൽ പോകുന്നവരെ കൂടെ വിടാതെ, എന്നെ കൊണ്ടുപോകാൻ ആരും കൂട്ടാക്കാതെ, എന്ന് വെച്ചാൽ ഞാൻ കുട്ടിയാണ്, അവിടെ വീട്ടിലിരുന്നാൽ മതി, അങ്ങനത്തെ ഒക്കെ ഒരു നിയമാവലികളൊക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ വോമിറ്റിങ് ചെയ്യുന്നത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. വോമിറ്റ് ചെയ്യും ഞാൻ, ബസ് എനിക്ക് പറ്റില്ല, വോമിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശുഭമായി പര്യവസാനിച്ചു. അപ്പോൾ അജിന്ത്യ പ്രസാദ് ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റാ, bye bye.